ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ആപ്പിളൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ കുനുകുനാ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് പപ്പ അവിടെ ചിരിക്കുന്ന ശബ്ദമൊക്കെ കേട്ടത്. അതിന് ശേഷം നന്നായിട്ട് കുനു അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിന് ശേഷം മാങ്കോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടെന്നിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അതിന് ശേഷം അതിന് ഒരെണ്ണത്ത് കഴിച്ചു. അത് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എല്ലാം കാണിച്ചു. അതിനകത്ത് ഗ്രേപ്സ് ഉണ്ട്, മാംഗോ ഉണ്ട്, ഡേറ്റ്സും ഉണ്ട്, പച്ച ഡേറ്റ്സാണ്. പിന്നെ മിക്സിൻ്റെ ജാറെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാലൊഴിച്ച് ഞാൻ നേരത്തെ അതൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആപ്പിൾ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മാംഗോ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം അതൊക്കെ നന്നായിട്ട് വച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്തിരി ഉണ്ടല്ലേ, അതും ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഡേറ്റ്സ് ഉണ്ടല്ലോ, പച്ച ഡേറ്റ്സ് ആട്ടോ, അതും ഇട്ട് കൊടുക്കണം. ശേഷം വാനില ഇല്ലാത്തതിൻ്റെ എൻ്റെ ഫേസാണ് ഈ കാണുന്നത്. വലിയ വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ ചോക്കോസ് ഉണ്ടായിരുന്നു, അത് കുറച്ചിട്ട് കൊടുത്തു. പിന്നെ ഇച്ചിരി മാത്രം ഹണി മാത്രം ഒഴിച്ച് കൊടുക്കുകയാണ്. കൂടിപ്പോയെന്ന് തോന്നുന്നു. അതിന് ശേഷം അത് ചായേൻ്റെ ഇതാണെന്ന് വിചാരിക്കും, പക്ഷെ അതല്ല, അത് കുറച്ച് ഉണക്കമുന്തിരി ആയിരുന്നു. അപ്പോൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കണം. പിന്നെ പഞ്ചസാര നേരത്തെ പാലിനകത്ത് ഇട്ടത് കൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുക്കുക. അത് അരച്ചിട്ട് നമുക്ക് നന്നായിട്ട് പോയിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ല മധുരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിക്കിഷ്ടമായി. അപ്പോൾ എൻ്റെ ഫേസിലെ എക്സ്പ്രഷനാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കത് എന്തായിരുന്നു, ഒരു മോൾഡിനോട്ട് ഒഴിക്കണമല്ലോ ഐസ്ക്രീമായിട്ട് എടുക്കാൻ വേണ്ടി. അതിനാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചത് തന്നെ. ഐസ്ക്രീമിന് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തോട്ട് എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഒഴിച്ചു. കുഞ്ഞുണ്ണി വന്നപ്പോൾ ഞാൻ അവൾക്കും കുറച്ച് കൊടുത്തു നോക്കി. അവളുടെ ആൻസർ അവൾക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് സന്തോഷമായി. അതിന് ശേഷം ഇത് പിന്നെ ഫ്രീസാക്കാൻ വേണ്ടി ഞാൻ നേരെ കൊണ്ടുപോവുകയാണ്.